ഏറ്റവും പ്രമാദമായിട്ടുള്ള വളരെ കേരളത്തിൽ ഒരുപക്ഷെ കൊലക്കേസുകളാണ് ഏറ്റവും പ്രമാദം. എപ്പോളക്കുളം കേസ്, അതുപോലെ കൊലക്കേസുകൾ ഇവരുടെ പ്രമാദവും. പക്ഷെ അതിനേക്കാൾ വളരെ വളരെ പ്രമാദവും വിചിത്രവുമായി രസകരവുമായ ഒരു കോടതി വിധി വന്ന് ജനങ്ങളാകെ ചർച്ച ചെയ്യുന്ന വലിയൊരു വിധിയാണ് ദിലീപിന്റെ കേസിൽ വന്നത്. നോക്കൂ, ദിലീപിന്റെ കേസ് കോടതി ദിലീപിനെ വെറുതെ വിട്ടപ്പോഴും ഇവിടുത്തെ സ്ത്രീ സമൂഹം അവരെ വിടുന്നില്ല എന്നുള്ളത് എത്ര മനോഹരമായ സൗന്ദര്യമുള്ളൊരു കാഴ്ചയാണ്. ട്രാൻസ്പോർട്ട് ബസ്സിൽ ദിലീപിന്റെ പടം വിട്ടപ്പോൾ സ്ത്രീകൾ പറഞ്ഞു ഓഫ് ചെയ്യാൻ പറഞ്ഞു, കണ്ടക്ടർക്ക് അത് ഓഫ് ചെയ്യേണ്ടി വന്നു. എറണാകുളത്തെ ക്ഷേത്രത്തിൽ ദിലീപിനെ വിളിച്ച് പരിപാടി നടത്താൻ തീരുമാനിച്ച് നോട്ടീസിൽ പേര് വെച്ചപ്പോൾ ജനങ്ങൾ ഇടപെട്ട് പറഞ്ഞു അത് പറ്റില്ല, ഇയാളെ ഇവിടെ കയറ്റാൻ പറ്റില്ല. നോക്കൂ എത്ര വളരെ. ഇനിയിപ്പോൾ ദിലീപിന്റെ സിനിമ ഇറങ്ങാൻ കിടക്കുന്നു, എങ്ങനെയാണത് വിജയിക്കുമോ, ആരെങ്കിലും കാണുമോ? ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ പൊട്ടി പപ്പടമായി. എന്താ സംഭവിക്കുന്നറിയില്ല. ഇനി മോഹൻലാൽ ഉള്ളത് കൊണ്ട് ആരെങ്കിലും കാണുമോ എന്ന് അറിയത്തില്ല. എന്തായാലും മോഹൻലാൽ അന്ന് ട്രീസർ, ഈ വിധി വന്ന ദിവസം ട്രീസർ ഇറക്കിയത്, പോസ്റ്റർ ഇറക്കിയത് എത്ര ക്രൂരമാണെന്നാണ് ഭാഗ്യലക്ഷ്മിയെ പോലുള്ളവർ പറയുന്നത്. ഭാഗ്യലക്ഷ്മി എന്നിട്ട് മറ്റൊരു കാര്യം കൂടി ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട്. ഇന്ന് ഞാൻ സംസാരിക്കുന്ന ദിവസം, സംസാരിക്കുന്ന സമയത്ത്, അതായത് ഇന്ന് തിങ്കളാഴ്ചയാണെന്ന് 15 ഈ 15 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം അതിജീവിത മനസ്സ് തുറക്കും. കഴിഞ്ഞ ദിവസം വന്ന വിധിക്ക് ശേഷം, 8 വന്ന വിധിക്ക് ശേഷം അവർ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സമൂഹത്തോട് പറയാൻ. അവർ അങ്ങനെ മനസ്സ് തുറന്നാൽ ഒരുപക്ഷെ കേരള സമൂഹം ഞെട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും. അതിജീവിത പറയുന്നത് സമ്പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നുള്ള തലത്തിലേക്ക് ജഡ്ജി പറയുമ്പോൾ ഒരു സംശയമുണ്ട്. ഒരു സ്ത്രീയെ ഉപദ്രവിച്ചത് അത് രഹസ്യമായിട്ടാണെങ്കിൽ ആ സ്ത്രീ പറയുന്നതല്ലേ പ്രധാനം? എന്നെ റേപ്പ് ചെയ്തു, എന്നെ ഉപദ്രവിച്ചു എന്ന് പറയുന്നതിന് പിന്നെ സാഹചര്യ തെളിവുകൾ ആവശ്യമുണ്ടോ? ആ പറയുന്നത് പോരെ എന്നൊരു ചോദ്യം നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൽ കിടപ്പുണ്ട്, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ന്യായ സംഹിതയിൽ കിടപ്പുണ്ട്. അതൊക്കെ എവിടെ പോയി? 30 ഋഷിരാജ് സിംഗിന്റെ ഭാഷയെ പറഞ്ഞാൽ 30 സെക്കൻഡിൽ 60 സെക്കൻഡിൽ കൂടുതൽ ഒരു സ്ത്രീയെ നോക്കിയാൽ ആ നോട്ടം പിഴച്ചെന്ന് സ്ത്രീക്ക് ബോധ്യപ്പെട്ടാൽ കേസാവും പുരുഷന്റെ പേരിൽ എന്ന് പറയുന്ന നാട്ടിലാണ് 2 മണിക്കൂർ നേരം ഒരു പെൺകുട്ടിയെ എറണാകുളം പോലുള്ള ഒരു പ്രധാനപ്പെട്ട നഗരത്തിൽ, തൃശ്ശൂർ എറണാകുളത്തിന് ഇടയ്ക്കുള്ള അവർ ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് അവരെ വാഹനത്തിൽ കൊണ്ട് മറ്റൊരു വാഹനം ഇടിച്ചതിന് ശേഷം അവരെ 2 മണിക്കൂർ നേരമാണ് ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയും അത് ഗൗരവമായി പകർത്തുകയും ചെയ്ത വീഡിയോയിൽ എത്ര ക്രൂരമാണ്, എത്ര ക്രൂരമാണ്. ആ അതിജീവിത എന്ന് പറയുന്ന നടിയെ നമുക്ക് എല്ലാവർക്കും അറിയാം, പേര് പറഞ്ഞുകൂടാത്തതുകൊണ്ട് നമ്മൾ പറയുന്നില്ല എന്നേ ഉള്ളൂ. സൈസ് നോക്കൂ, എത്ര അങ്ങനെ റേപ്പ് ചെയ്യാൻ ഒരു സൈസ് ഉണ്ടല്ലോ. നമുക്കൊരു കയ്യിൽ അല്ലെങ്കിൽ ഒരു അതികായകനായ ഒരു പുരുഷന്, അല്ലെങ്കിൽ നല്ല ശക്തിയുള്ള ഒരു പുരുഷന് വേണമെങ്കിൽ 2 കൈ കൊണ്ട് എടുത്ത് പൊക്കാൻ തന്നെ കഴിയുന്ന അത്ര സ്ലിം ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്, ഒരു നടിയാണ് അതിജീവിത. അതിനെ എന്തുമാത്രമാണ് ഉപദ്രവിച്ചിരിക്കുക, എന്തൊരു മാനസിക സംഘർഷമായിരിക്കും ആ നിമിഷങ്ങൾ അനുഭവിച്ചതും. അതിനുശേഷം പിന്നെ കോടതി മുറിയിൽ ഒരുമാതിരി ഉള്ളി തൊലിക്കും പോലുള്ള, അല്ലെങ്കിൽ സവാള തൊലിക്കും പോലുള്ള ചോദ്യം ചെയ്യലുകളും അതിൽ വന്ന പരിഹാസ ചിരികളും എല്ലാം ചേരുമ്പോൾ എങ്ങനെയാണ് അവർ കരുത്താവുന്നത്? ഒരുപക്ഷെ തിരിച്ചുണ്ടല്ലോ, അടിയേൽക്കും തോറും ഇരുമ്പ് മുറിയുക മാത്രമല്ല, ചിലപ്പോൾ ഇരുമ്പ് കരുത്ത് വയ്ക്കുകയും ചെയ്യുമെന്ന് പറയുന്നൊരു തിയറിയുണ്ട്. സ്വർണം തീയിൽ ഉരുകുമ്പോഴാണല്ലോ ആഭരണമാകുന്നത്. അങ്ങനെ ഈ അതിജീവിത ഈ പറയുന്ന ക്രൂര ജീവിതത്തിൽ ഉരുകിത്തീർന്നപ്പോൾ അവർ പുതിയ ആഭരണമായിട്ടുണ്ടെങ്കിൽ അവർ പുറത്ത് പറയുന്നത് കേൾക്കാൻ കേരള സമൂഹമുണ്ട്, ലോക സമൂഹമുണ്ട്, മലയാളി സമൂഹമുണ്ട്. ഒരു സ്ത്രീയുടെ മാനത്തിന് വില പറഞ്ഞ ഈ രാജ്യത്ത്, ഞാൻ അവസാനിപ്പിക്കുന്നു, രാമൻ സീതയുമായിട്ടുള്ള കഥ നമുക്കറിയാം. പാഞ്ചാലിയെ രാമൻ സീതയെ ലങ്കയിൽ നിന്ന് ഒരു മാനത്തിന്റെ പേരിൽ മാനം കെടുത്തിയോ എന്നുള്ളതും കൂടി ചേർത്തിട്ടാണ്, ഒരു മാനത്തിന്റെ പേരിലാണ്, സ്ത്രീയുടെ മാനം രക്ഷിക്കാനാണ് ലങ്ക ചുട്ടത്. അതുപോലെ പാഞ്ചാലി വസ്ത്രാഭിഷേകം നടക്കുമ്പോൾ ഭീമൻ ഗദയെടുക്കുന്നത് അത് ഒരു സ്ത്രീയുടെ മാനത്തെ രക്ഷിക്കാനാണ്. അപ്പോൾ സ്ത്രീയുടെ മാനത്തിന് വലിയ നില നൽകുന്ന ഭാരതത്തിൽ ഇവിടെ ഒരു സ്ത്രീയുടെ മാനം പിച്ചു ചീന്തിയിട്ട് ഇന്ന് എത്രയോ 7 വർഷമാകുന്നു, വിധി വന്നിട്ട് 7 ദിവസമാകുന്നു. എന്തായാലും അതിജീവിത മനസ്സ് തുറക്കട്ടെ. തീർച്ചയായും ഭാഗ്യലക്ഷ്മിയെ പോലുള്ളവർ കൂടെയുണ്ടെങ്കിൽ നിർബന്ധമായും അതിജീവിതയോട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പറയണം, അവർക്ക് പുറത്തു വരാൻ പറയണം. അല്ലെങ്കിലും അവരാരെന്ന് ലോക സമൂഹത്തിന് അറിയാമല്ലോ, അവർ എന്തിനു ഒളിഞ്ഞിരിക്കണം? അവർ പേരുകൊണ്ട് തന്നെ പുറത്തു വരണം. വന്നുകൊണ്ട് അവർ എല്ലാ സത്യവും പറയട്ടെ. ജനങ്ങളുടെ കോടതിയിൽ എല്ലാം ശരിയായി വരട്ടെ.